അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഡിഗ്രി തൊട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു നല്ല ലാപ്പ് എടുക്കണം എന്നുള്ളത്. ഫൈനലി നമ്മളത് എടുത്തു. ഇവിടുന്ന് ഒരു സ്റ്റോറിൽ നിന്നാണ് പോയി എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ലാപ്പ്. മാക്ബുക്ക് എയർ M4 60 GB മെമ്മറി, 512 GB സ്റ്റോറേജ്. ഇതിൻ്റെ 13 ഇഞ്ച് സൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് കാണാം. സിൽവർ ഗ്രീൻ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ലാപ്പ്. 60 GB മെമ്മറി, 512 GB സ്റ്റോറേജ്, സിൽവർ കളറാണുള്ളത്. അപ്പം ഇതിനോടൊപ്പം ബോക്സിൽ നമുക്കൊരു 35 വാൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, പിന്നെ ഒരു കേബിളും വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതിനുള്ള ഒരു പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മുടെ നാട്ടിലത്തെ പോലെ റൗണ്ടഡ് അല്ല. ലാപ്പ് നമുക്ക് വരുന്നത് 4 കളേഴ്സിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു കളറാണ്. സെക്കൻഡ് വൺ ഈസ് സിൽവർ കളർ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് സിൽവർ കളറാണ്. പിന്നെ നമുക്ക് വരുന്നൊരു സ്റ്റാർ ലൈറ്റ് കളറുണ്ട്, അത് ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നു. പിന്നെ ലാസ്റ്റ് വൺ ഈസ് മിഡ് നൈറ്റ്, ഇച്ചിരി ബ്ലാക്ക് ഗ്രേ ടൈപ്പ് വരുന്നതാണ് മിഡ് നൈറ്റ്. ഞാനെടുത്തതൊരു സിൽവർ കളറാണ്. എനിക്കിതാണ് ഇഷ്ടമായത്. ഞാൻ ആദ്യം ഓർത്തത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വല്ലതും എടുക്കാമെന്നായിരുന്നു ഓർത്തിരുന്നത്. പിന്നെ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രൈസിന് ചെറിയ വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. സോ ഞാൻ ഇവിടെ ഒരു മാളിൽ പോയാണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ അഡ്വൈസറുമായിട്ട് സംസാരിച്ചത് കൊണ്ട് പ്രോയിൽ നിന്നുള്ള ഞാൻ എയർ എടുത്തു. എയർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 13 ഇഞ്ച് സൈസിലും പിന്നെ 15 ഇഞ്ച് സൈസിലുമാണ്. ഞാൻ എടുത്തതൊരു 13 ഇഞ്ച് സൈസാണ്. പിന്നെ പ്രോ വരുമ്പം ഇതിൻ്റെ 14ഉം 16 ഇഞ്ച് സൈസുമാണ്. അപ്പം എയർ 13 ഓൾമോസ്റ്റ് 1.24 kg. അത് നമുക്ക് ഈസി ടു ഹാൻഡിൽ, എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ എളുപ്പമുണ്ട്, വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. പ്രോ 14 ഇഞ്ച് വരുമ്പോൾ അത് 1.6 kg ആണ് വരുന്നത്. അതാണ് വേറൊരു ഡിഫറൻസ് ആയിട്ടുള്ളത്. ഞാനൊരു പ്രോ എടുക്കണം എന്നോർത്താണ് ഞാൻ സ്റ്റോറിൽ പോയത്. അപ്പം അവിടുത്തെ ഒരു അഡ്വൈസറുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു M4 ചിപ്പ് വന്നതുകൂടി പ്രോയും എയറും തമ്മിൽ വലിയധികം വ്യത്യാസമില്ല. അപ്പം എൻ്റെ യൂസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്ക് എയർ ആയിരിക്കും ബെറ്റർ, അതാകുമ്പം പൈസയുടെ കുറവുണ്ട്. ലൈക്ക് ഞാൻ 1849 AUDക്കാണ് എയർ എടുത്തത്. ആ കേസിൽ ഞാൻ പ്രോ എടുക്കുമായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് കോസ്റ്റ് 2750 AUD വരും. ഓൾമോസ്റ്റ് 800 AUDയുടെ വ്യത്യാസം വരും. അപ്പോൾ ഒരു നാട്ടിൽ 50,000-60,000 രൂപ എനിക്ക് കൂടുതൽ പോയേനെ. ഞാൻ പെട്ടെന്ന് അഡ്വൈസറിൻ്റെ ഇത് കേൾക്കാതെ പെട്ടെന്ന് പോയി എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു രൂപയുടെ നഷ്ടം വന്നിരുന്നേനെ. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സിമിലറാണ്, വലിയധികം വ്യത്യാസമില്ല. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വ്യത്യാസങ്ങൾ, എനിക്ക് തോന്നിയ വ്യത്യാസങ്ങൾ എന്തെന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം കുറച്ച് പ്രോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പവർഫുള്ളാണ്. കുറച്ച് അഡ്വാൻസ് യൂസിനും പ്രൊഫഷണൽ വർക്ക്സിനുമാണ് പ്രോ യൂസ് ചെയ്യുന്നത്. ലൈക്ക് വീഡിയോ എഡിറ്റിംഗ്, 3D റെൻഡറിങ് ആൻഡ് ഹെവി മൾട്ടി ടാസ്കിനൊക്കെയാണ് നമ്മൾ പ്രോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുമ്പം എയറിൻ്റെ ഡിസ്പ്ലേ ഒരു LCD ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റിലാണ് വരുന്നത്. പ്രോയുടെ ആണെങ്കിലോ 120 Hz LED ഡിസ്പ്ലേ ആണ് പ്രോയ്ക്ക് വരുന്നത്. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ, റിഫ്രഷ് റേറ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണ് പറയേണ്ടത്. ബ്രൈറ്റ്നസ് പ്രോയ്ക്ക് എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെയുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന് പോർട്സ് തണ്ടർലൈറ്റ് പോർട്സും പിന്നെ ഒരു സി പോർട്ടും ഉള്ളൂ. പക്ഷേ പ്രോയ്ക്കാണെങ്കിലോ പ്രോയ്ക്ക് നമുക്കൊരു HDMI പോർട്ട് വരുന്നുണ്ട്, ഒരു SD കാർഡ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ കുറച്ച് തണ്ടർ പോർട്സ് കൂടുതലും വരുന്നുണ്ട്.